السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. സൂറത്തു സജദ 23-ാമത്തെ അവസാന ഭാഗം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിര്യതിൻ മിൻ ലിഖാഇഹി وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون. അപ്പോൾ സൂറത്തു സജദ യാണ് നമ്മൾ ഓതി വന്നിരുന്നത്. പരലോക വിഷയങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഹമ്മദ് നബിയും മൂസാ നബിയും തമ്മിലുള്ള സാദൃശ്യവും ബന്ധവും അത് നബിയെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് ആദ്യത്തെ 2 വചനങ്ങൾ. വലഖദ് ആതൈന മൂസൽ കിതാബ്, നാം മൂസാ നബിക്ക് അൽ കിതാബ് വേദഗ്രന്ഥം നൽകി. ഖുർആനിനെ പറ്റി മുഹമ്മദ് നബിയെപ്പറ്റി അൽ കിതാബ് എന്ന് പറയുമ്പോൾ അത് ഖുർആൻ, മൂസാ നബിയെപ്പറ്റി അൽ കിതാബ് എന്ന് പറയുമ്പോൾ തൗറാത്ത്. അപ്പോൾ മൂസാ നബിക്ക് വേദഗ്രന്ഥം നാം നൽകി. ഫലാ തകുൻ ഫീ മിര്യതിൻ മിൻ ലിഖാഇഹി, അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നീ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. മൂസാ നബിനെ പറ്റി പറഞ്ഞപ്പോൾ മൂസാ നബിയെ നീ കാണും എന്ന് അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് ഒരു പ്രവചനം നടത്തുകയാണ്. നീ അദ്ദേഹത്തെ കാണും.
മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിയെ കണ്ടുമുട്ടി എന്നും അള്ളാഹു നൽകിയ വഹീനെ പറ്റി സംസാരിച്ചു എന്നുമൊക്കെ ഹദീസുകളിൽ കാണാം. മിഅ്റാജിൻ്റെ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസുകളിലുണ്ട്. അപ്പോൾ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി എന്ന് പറയുന്നത് മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി എന്ന് പറയുന്നതോടൊപ്പം ആ മൂസാ നബിനെ നീ കണ്ടുമുട്ടും എന്ന ആശയമാണ് അതിന് മുഫസ്സിറുകൾ നൽകിയ ഒരർത്ഥം. വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. അതെന്താണ്? ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം നൽകി, ആ വേദഗ്രന്ഥത്തെ മൂസാ നബി അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല. രണ്ടർത്ഥവും വ്യാഖ്യാതാക്കൾ പ്രബലമായ അർത്ഥമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി മൂസാ നബിനെ നീ കാണാൻ പോവുകയാണ്, കണ്ടുമുട്ടും എന്നതിൻ്റെ ഇടയിൽ അള്ളാഹു നബിയെ ഓർമ്മിപ്പിക്കുന്നു. അത് കണ്ടുമുട്ടുകയും ചെയ്തു. ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കയിൽ നിന്നാണ്. അപ്പോൾ മിഅ്റാജ് ഈ സൂറത്തിൻ്റെ ശേഷമാണ് വരുന്നത്. മൂസാ നബി നീ കണ്ടുമുട്ടും എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതിൻ്റെ ശേഷമാണ് ഈ മൂസാ നബി മിഅ്റാജ് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ മൂസാ നബിക്ക് നിന്നെ പോലെ തന്നെ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ വേറെയും മൂസാ നബിക്ക് അത് പഠിച്ച അനുയായികളുണ്ടായിരുന്നു എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൂസാ നബിയും നീയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജാൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം മൂസാ നബിയെ പിന്തുടർന്ന് ജീവിച്ച ഇമാമുകൾ മൂസാ നബിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ നിനക്കുണ്ടാകും. ഖുലഫാഉർ റാഷിദുകളും സഹാബത്തുകളൊക്കെ നബിക്കും ഉണ്ടായല്ലോ, വേദഗ്രന്ഥം ഉണ്ടായല്ലോ. അവൻ നബിയെയും മൂസാ നബിയെയും ഒരു താരതമ്യപ്പെടുത്തി സാദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആയത്തായിട്ടാണ് ആ ഒരു വ്യാഖ്യാനം പറയുന്നത്. അതല്ല, മൂസാ നബി അലൈഹിസ്സലാം ആ ലിഖാഇഹി, ആ വേദഗ്രന്ഥത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വേദഗ്രന്ഥം സ്വീകരിക്കുകയും അതനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേദഗ്രന്ഥത്തെ ലിഖാഇ എന്ന് പറഞ്ഞാൽ നീ സംശയിക്കണ്ട, അദ്ദേഹം ആ വേദഗ്രന്ഥത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് കണ്ടുമുട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ആ വേദഗ്രന്ഥം ജനങ്ങളോട് പറഞ്ഞപ്പോൾ എതിർപ്പുണ്ടായിട്ടുണ്ട്, ആ വേദഗ്രന്ഥത്തെ ധിക്കരിച്ചിട്ടുണ്ട്, അതിനെ പരിഹസിച്ചിട്ടുണ്ട്, അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ നിൻ്റെ ഈ സമൂഹവും വേദഗ്രന്ഥത്തെ ധിക്കരിക്കും, അതിൽ മാറ്റം വരുത്തും, അതിനെ ദുർവ്യാഖ്യാനിക്കും. ആ കാര്യത്തിലൊന്നും നീ സംശയിക്കേണ്ടതില്ല. മൂസാ നബിക്കുണ്ടായ അതേ അനുഭവം നിനക്കുമുണ്ടാകും എന്ന് അല്ലാഹു തആല നബിക്ക് നൽകുന്ന ഒരു സമാധാനമാണ്. അത് പലപ്പോഴും ഖുർആനിൽ കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ അഭിമുഖീകരിച്ചപ്പോൾ ഇത് നിൻ്റെ മുമ്പുള്ള ആളുകളും വഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്, അതുപോലെ നിന്നെ അവർ കളവാക്കുന്നതിൽ നിനക്കങ്ങനെ വലിയ പരിഭ്രമമോ അല്ലെങ്കിൽ നിരാശയൊന്നും വേണ്ട. ഇത് എല്ലാ നബിമാർക്കും ഉണ്ടായ അതേ സംഭവം തന്നെയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് വേദഗ്രന്ഥം നൽകി, മൂസാ നബി ആ വേദഗ്രന്ഥത്തെ സ്വീകരിച്ചിട്ടുണ്ട്, എന്നിട്ട് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും എനിക്ക് സംശയം വേണ്ട എന്ന മറ്റൊരർത്ഥം, രണ്ട് ആശയവും ഇതിന് വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുണ്ട്. പിന്നെ വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ, വജഅൽനാഹു നാം ആ വേദഗ്രന്ഥത്തെ ആക്കിയിരുന്നു, ഹുദൻ സന്മാർഗമാക്കിയിരുന്നു, ലിബനി ഇസ്രായീൽ ഇസ്രായീലിൻ്റെ മക്കൾക്ക്, ബനു ഇസ്രായീൽ ഇസ്രായീൽ സന്തതികൾക്ക് തൗറാത്തിനെ ഒരു ഹിദായത്താക്കി മാർഗദർശനമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേദഗ്രന്ഥത്തെ അദ്ദേഹം കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു. അതായത് വേദഗ്രന്ഥത്തെ അദ്ദേഹം അത് സ്വീകരിച്ച് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലുകൾക്ക് അത് ഹിദായത്താക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവർ ധിക്കരിച്ചിട്ടുണ്ട്. അതുപോലെ നിനക്കും വേദഗ്രന്ഥം നൽകി ആ ജനങ്ങൾ ഈ വേദഗ്രന്ഥത്തെ കണ്ടുമുട്ടി നിന്നെ അവരെപ്പോലെ നിന്നെയും ഈ സമൂഹം ധിക്കരിക്കും എന്ന സമാധാനപ്പെടുത്തലാണിത് എന്നും രണ്ടാമത്തൊരു വ്യാഖ്യാനമുണ്ട്. ഇനി വജഅൽനാ മിൻഹും അഇമ്മ,
ഇസ്രായേൽ സമൂഹത്തിൽ നാം ഇമാമുകളെ ഉണ്ടാക്കി. ഇമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാമ് എന്നതിൻ്റെ ബഹുവചനമാണ് ഇമ്മത്ത്. ഇമ്മത്തുൽ അർബ, 4 ഇമാമുകൾ എന്ന് പറയപ്പെടാറുണ്ട്. അതായത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. 4 മദ്ഹബിൻ്റെ ഇമാമുകളായി അറിയപ്പെടുന്നവർക്ക് ഇമ്മത്തുൽ അർബ, 4 ഇമാമുകൾ എന്നറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ ബഹുവചനമാണ്. വജഅൽനാ മിൻഹും അഇമ്മത്തൻ, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് നാം ഇമാമുകളെ ഉണ്ടാക്കി. ഇസ്രായേൽ സമൂഹത്തിൽ പിന്നീട് മൂസാ നബിക്ക് ശേഷം ഒരുപാട് നേതാക്കന്മാർ പണ്ഡിതന്മാരുമായ ആളുകൾ ആ സമൂഹത്തെ നയിച്ചു, ശരീഅത്തനുസരിച്ച് നയിച്ചു. അതാണ് യഹ്ദൂന ബി അംറിന, നമ്മുടെ കൽപ്പനയനുസരിച്ച് അവർ ജനങ്ങളെ ഹിദായത്താക്കിക്കൊണ്ട് സന്മാർഗത്തിലാക്കിക്കൊണ്ട് നാം ഇസ്രായേൽ സമൂഹത്തിന് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ബനു ഇസ്രായേൽ മൂസാ നബിക്ക് വേദഗ്രന്ഥം നൽകി, അത് അദ്ദേഹം ഏറ്റെടുത്തു, അത് പ്രബോധനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുറേ ഇമാമുകളായിട്ടുള്ള മതപണ്ഡിതന്മാർ, ശരീഅത്ത് പണ്ഡിതന്മാർ അല്ലാഹു തആല ഉണ്ടാക്കി. അവർ അതനുസരിച്ച് ജനങ്ങളെ മാർഗദർശനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. വകാനു ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോൾ, അവരൊക്കെ ക്ഷമിച്ച് ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും ധിക്കാരങ്ങളൊക്കെ ക്ഷമിച്ച് അവർ ആ വേദഗ്രന്ഥം സ്വീകരിച്ച് ജനങ്ങളെ സന്മാർഗത്തിലാക്കുന്ന ഇമാമുകളും ഉണ്ടായിട്ടുണ്ട്. വകാനു ബി ആയാത്തിനാ യൂഖിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ യഖീനാക്കിയിരുന്നു. യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ യഖീനാക്കിയിരുന്നു, അവർ ദൃഢമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃഢമായി വേദഗ്രന്ഥം വിശ്വസിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് മൂസാ നബിയും തൻ്റെ ശേഷമുള്ള അയിമ്മത്തുകളും ജനങ്ങളെ പ്രബോധനം ചെയ്ത് ഹിദായത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ മൂസാ നബിനെ നീ കണ്ടുമുട്ടും, അതിൽ സംശയിക്കണ്ട എന്ന് പറയുമ്പോൾ മൂസാ നബിയുടെ ഒരു താവഴി തന്നെയാണ് നിൻ്റെയും മുഹമ്മദ് നബിയെ താങ്കൾക്കുമുള്ള ചെയ്യാനുള്ളതും താങ്കളുടെ സമൂഹം നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കാണാനുള്ളതും. മൂസാ നബി കണ്ട സമൂഹവും മൂസാ നബി അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന റബ്ബക, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ്, ഹുവ യഫ്സിലു ബൈനഹും, അവനാണ് അവർക്കിടയിൽ വേർതിരിവ് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നവൻ. ഫസില് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്ന്, അതായത് ഒരു തീരുമാനം പറയുക എന്നർത്ഥം. ശരിയും തെറ്റും വേർതിരിക്കുക എന്നതാണ് ഫസില് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ മതഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഒരു കാര്യം പറഞ്ഞു, ഒരു അധ്യായം ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്ലുൻ എന്ന് പറഞ്ഞ് വേറൊരു വിഷയം, അതായത് ഒരു അധ്യായം പോലെ അല്ലെങ്കിൽ ഒരു സബ് ഹെഡിങ് പോലെ ഫസ്ലുൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം കഴിഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ആ വിഷയവും ഈ വിഷയവും തമ്മിൽ വേർതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഫാസിൽ, ഖൗലും ഫസിൽ എന്ന് പറഞ്ഞാൽ ഒരു അന്തിമ തീരുമാനത്തിൻ്റെ വാക്കുകളാണ് ഖൗലും ഫസിൽ എന്ന് പറയും. അപ്പോൾ വേർതിരിക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അവർക്കിടയിൽ ഫസില് പറയും, തീരുമാനം പറയും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ ഫസില് പറയും, തീരുമാനം പറയും. അതായത് മൂസാ നബി അലൈഹി സ്വലാമിന് നൽകിയ വേദഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ജനങ്ങൾക്ക് ഹിദായത്ത് നൽകിയ ആ ശരീഅത്തും തന്നെയാണ് മുഹമ്മദ് നബിക്കും അള്ളാഹു നൽകിയത് ഖുർആനിൽ കൂടി. അതിൻ്റെ തുടർച്ചയാണ്, ഒരു വളർച്ചയും കൂടിയാണ്. സമൂഹം കുറേയും കൂടിയും പുരോഗമിച്ച് വന്നപ്പോൾ അതിനനുസരിച്ച് തൗറാത്തിൻ്റെയും ഒരു വളർച്ചയായിക്കൊണ്ടുള്ള ഒരു ശരീഅത്താണ് നൽകിയത്. അപ്പോൾ അവരാണെങ്കിലോ ആ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുകയും മുഹമ്മദ് നബിയെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. അതുകൊണ്ട് ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും, നിൻ്റെ രക്ഷിതാവ് അവർക്കിടയിൽ തീരുമാനിക്കും, തീർപ്പ് കൽപ്പിക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ. തൗറാത്ത് സ്വീകരിച്ച ഒരാൾക്ക്
ഒരിക്കലും ഖുർആനിനെ എതിർക്കേണ്ടതില്ല. തൗറാത്തിൻ്റെ ആ വേർഷൻ തന്നെയാണ്, കുറച്ചും കൂടിയും ഒരു പുതിയ വെർഷനായിട്ടാണ് അല്ലാഹു തആല ഖുർആനിലെ ശരീഅത്ത് പഠിപ്പിച്ചത്. പക്ഷേ അവർ ഭിന്നിച്ചു പോയി. ആ ഭിന്നിപ്പിൻ്റെ തീർപ്പ് ഖിയാമത്ത് നാളിൽ അള്ളാഹു കൽപ്പിക്കുന്നതാണ്. ഇനി അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂൻ. അവലം യഹ്ദി ലഹും, അവർക്ക് വഴി കാണിച്ചിട്ടില്ലയോ. ഹദാ യഹ്ദി എന്ന് പറഞ്ഞാൽ ഹിദായത്തിലാക്കി വഴി കാണിച്ചു, മാർഗം കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ്. അപ്പോൾ അവലം യഹ്ദി ലഹും, അവർക്ക് ഹിദായത്ത് വഴി കാണിച്ചിട്ടില്ലയോ. കം അഹ്ലക്ന, എത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത്. മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ, നൂറ്റാണ്ടുകളിൽ നിന്ന്, അവർക്ക് മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ നിന്ന് എത്ര സമൂഹത്തെയാണ്, എത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത് എന്ന കാര്യം അവർക്ക് ഒരു മാർഗദർശനമായിട്ടില്ലേ. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നശിപ്പിച്ചത് അവർക്ക് അറിയുകയും ചെയ്യാം. അവർ ഷാമിലേക്കും യമനിലേക്കും മക്കയിലെ ഖുറൈശികൾ യാത്രക്കാരായിട്ട് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും യാത്ര ചെയ്യുമ്പോൾ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിക്കപ്പെട്ട അടയാളങ്ങളും അവരുടെ അവശിഷ്ടങ്ങളിൽ കൂടിയാണ് ഇവർ ഷാമിലേക്ക് പോവുക. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചാവുകടൽ തീരത്തു കൂടിയാണ് മക്കക്കാർ പലസ്തീനിലേക്ക്, ഷാം പ്രദേശങ്ങളിലേക്ക് പോയിരുന്നത്. അതുപോലെ യമനിലേക്ക് പോകുമ്പോഴും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ആദും സമൂദും ഒക്കെ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളുടെ അടുത്തുകൂടിയാണ് അവർ യാത്രാസംഘങ്ങൾ പോയിരുന്നത്. അപ്പോൾ അവരിത് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പരസ്പരം പറയും. പണ്ടൊരു സമുദായമുണ്ടായിരുന്നു, അവർക്കൊരു പ്രവാചകനുണ്ടായിരുന്നു, അവർ തെറ്റ് ചെയ്തപ്പോൾ നശിപ്പിക്കപ്പെട്ടതാണ്, ഇതൊക്കെ അവരുടെ വീടുകളാണ്, ഈ കടൽ അവരെ ഇതിൽ ആഴ്ത്തിക്കളഞ്ഞതാണ്, ഭൂമി അട്ടിമറിഞ്ഞതാണ്. ആ കഥകളൊക്കെ അവർക്കറിയാം. എന്നിട്ടും അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഞങ്ങളും ഇതുപോലെ പ്രവാചകനെ എതിർത്താൽ ഞങ്ങൾക്കും നാശമുണ്ടാകും എന്ന ഒരു വെളിച്ചം അവർക്ക്, ഹിദായത്ത് സന്മാർഗം ലഭിച്ചില്ല. അതാണ് അവലം യഹ്ദി ലഹും, അവർക്ക് സന്മാർഗം ലഭിച്ചില്ലയോ, ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിയില്ലയോ. കം അഹ്ലക്ന, നാം എത്രയാണ് നശിപ്പിച്ചത്. കം എന്നുള്ളൊരു ചോദ്യമല്ല, നേരെ മറിച്ച് ഒരു എക്സാജറേഷനാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിങ്ങനെ പെരുപ്പിച്ച് പറയുകയാണ്. കം അഹ്ലക്ന, എത്രയെത്ര ആളുകളെയാണ് നാം നശിപ്പിച്ചത്. മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ, നൂറ്റാണ്ടുകളിൽ നിന്ന്, ഓരോ നൂറ്റാണ്ടുകളിലും അവർക്ക് മുമ്പ്. യംശൂന, ആ ജനങ്ങൾ നടന്നു പോകുന്നു. ആ മക്കയിലെ സമൂഹം, അവിശ്വാസികൾ നടന്നു പോകുന്നു. ഫീ മസാക്കിനിഹിം, അവരുടെ താമസ ഇടങ്ങളിൽ കൂടി. അതൊക്കെ താമസ ഇടങ്ങളിൽ കൂടി നടന്നു പോകുമ്പോൾ അവരിതൊക്കെ കാണുന്നുണ്ട്. അവർ ഹൂദ് സമൂഹം അള്ളാഹു നശിപ്പിച്ചത്, സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ചത്, ലൂത്ത് സമൂഹത്തെ നശിപ്പിച്ചത്, അങ്ങനെ വലിയ വലിയ ചരിത്ര സംഭവങ്ങളൊക്കെ അവരുടെ താമസ മസാക്കിനുകളിൽ കൂടി നടന്നു പോകുമ്പോൾ അവർ കാണുന്നുണ്ട്. എന്നിട്ടും അവർക്ക് അതിൽ നിന്ന് ഒരു വെളിച്ചം കിട്ടുന്നില്ല. നമുക്ക് ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, അഫലം യസീറൂ ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ഭൂമിയിൽ അവർ സഞ്ചരിച്ച് നോക്കിയിട്ടില്ലേ, ചിന്തിക്കുന്ന ഹൃദയങ്ങളുണ്ടായി, കാണുന്ന കണ്ണുകളുണ്ടായി, അതുപോലെ കേൾക്കുന്ന കാതുകളുണ്ടായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല പൂർവികന്മാരുടെ ചരിത്രങ്ങളും ധിക്കാരികളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് അവശിഷ്ടങ്ങൾ കാണാം. ഇപ്പോൾ നമുക്കൊക്കെ തന്നെ മുഗളന്മാർ 1700 കൊല്ലത്തിലേറെ ഇവിടെ ഭരിക്കുകയും അവരുടെ പ്രതാപവും പ്രൗഢിയും ഒക്കെ ഇവിടെ കാണിക്കുകയും ചെയ്തല്ലോ. അതൊക്കെ നമുക്ക് വലിയ ദൃഷ്ടാന്തമല്ലേ. എന്തേ, കൃത്യമായി അവർ അള്ളാഹുവിൻ്റെ ദീനിവിടെ ദഅവത്ത് നടത്താത്തത് കൊണ്ട് അവരുടെ പിൻഗാമികൾ വെറും പിന്നാക്കക്കാരും മോശക്കാരും പീഡിതരുമായി മാറേണ്ടി വന്നു. ശരിയായ ഒരു ഇസ്സത്തോടുകൂടി ഒരു സമൂഹം വളർത്തിയെടുക്കപ്പെട്ടില്ല, കൃത്യമായ ദഅവത്ത് നടത്തിയില്ല, വളരെ പ്രൗഢമായ ഭരണം നടത്തി എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റപ്പെട്ട
ആളുകളല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു നല്ലൊരു ഭരണം, ഒരു ദീൻ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അത് നമുക്ക് വലിയ പാടല്ലേ. അതുപോലെ എത്രയെത്ര മഹാന്മാരിവിടെ മരിച്ചുപോയി, അവരുടെയൊക്കെ അവശിഷ്ടങ്ങളുണ്ടല്ലോ. അവരാരും ബാക്കിയുണ്ടായില്ലല്ലോ. അവരുടെ അക്രമങ്ങളും മറ്റൊന്നും അവിടെ ഇവിടെ അതുകൊണ്ടൊരു ഗുണവും അവർക്കുണ്ടായില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും കാണാനും ചിന്തിക്കാനും ഗുണപാഠം നയിക്കാനും ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അതാണ് അല്ലാഹു ഈ പറയുന്നത്. അവലം യഹ്ദിലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂൻ. എത്ര നൂറ്റാണ്ടുകളിലുള്ള ആളുകളെയാണ് അവർക്ക് മുമ്പ് നാം നശിപ്പിച്ചതെന്ന് അവർക്കൊരു മാർഗദർശനമായില്ലേ. യംശൂന ഫീ മസാകിനിഹിം, അവരുടെ താമസയിടങ്ങളിൽ കൂടി ഇവർ നടന്നു പോകുന്നുണ്ടല്ലോ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, തീർച്ചയായും അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഊൻ, അവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ. അവലം യറൂ, അത് ചരിത്രപരമായ ഒരു ഗുണപാഠം. ഇനി മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ മറ്റൊരു ഗുണപാഠമാണ്. അവലം യറോ, അവർ കാണുന്നില്ലേ. യറ എന്ന് പറഞ്ഞാൽ കണ്ടു. അവർ കാണുന്നില്ലേ. അന്നാ നസൂഖുൽ മാഅ, നാം വെള്ളത്തിനെ കൊണ്ടുവരുന്നു. സാക്ക എന്ന് പറഞ്ഞാൽ തെളിച്ചു നാം ഓടിച്ചു കൊണ്ടുവരുന്നു. സാക്ക യസൂഖു, സാക്ക സയ്യാറ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു നാം. അതുകൊണ്ടാണ് സായിക്ക്, ഡ്രൈവർമാർക്ക് സായിക്ക് എന്നും സവ്വാക്ക് എന്നൊക്കെയാണ് പറയുക. ഇവിടെ അല്ലാഹു തആല വെള്ളത്തെയും നയിച്ചു കൊണ്ടുവരുന്നു, തെളിച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ മേഘത്തിനെ അല്ലാഹു തആല മലക്കുകളുടെ കൈകളിൽ കൂടി പല സ്ഥലങ്ങളിലേക്കും, ഇപ്പം നമ്മൾക്കാണ് മേഘം, ഇവിടെയാണ് മഴ പെയ്യുന്നത്, ഇനി ഇവിടുന്നാണ്ട് കാറ്റടിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് അല്ലാഹു മേഘം കൊണ്ടുപോകും. ഒരു വാഹനം തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ മുകളിൽ കൂടി മേഘത്തെ അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. അതിനെയാണ് അവലം യറൂ, അവർ കാണുന്നില്ലേ. അന്നാ നസൂഖുൽ മാഅ, നാം വെള്ളത്തെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഇലൽ അർദിൽ ജുറുസി, വരണ്ട ഭൂമിയിലേക്ക്. അൽ അർദുൽ ജുറുസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളൊന്നുമില്ലാതെ വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളത്തെ, അതായത് വെള്ളത്തിൻ്റെ മേഘങ്ങളെ നാം തെളിച്ചു കൊണ്ടുപോകുന്നത് അവർ കാണുന്നില്ലേ. ഫനുഖ്രിജു ബിഹി, അങ്ങനെ അതുകൊണ്ട് നാം പുറപ്പെടുവിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. സിർഅൻ, കൃഷികളെ, പലതരത്തിലുള്ള കൃഷികളെയും ധാന്യങ്ങളെയും സസ്യങ്ങളെയും ചെടികളെയും ഫലവൃക്ഷങ്ങളെയും ഒക്കെ നുഖ്രിജു, നാം പുറത്തു കൊണ്ടുവരുന്നു. ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് അഖ്റജ എന്ന് പറയാം. പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഫനുഖ്രിജു ബിഹി സിർഅൻ തഅകുലു മിൻഹു, അതിൽ നിന്ന്, ആ കൃഷിയിൽ നിന്ന് തിന്നുന്നു. അൻആമുഹും, അവരുടെ മൃഗങ്ങൾ, ആടുമാടുകൾ. വ അൻഫുസുഹും, അവർ തന്നെയും. അപ്പം അല്ലാഹു തആല മഴ എവിടെ നിന്നോ മഴയുള്ള മേഘങ്ങളെ തെളിച്ചു കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും മഴ പെയ്ത് അവിടെയുള്ള ചെടികളും മറ്റൊക്കെ ഉണ്ടായി മൃഗങ്ങൾ തിന്നുന്നു. വ അൻഫുസുഹും, അവരും അതിൽ നിന്ന് തിന്നുന്നു. അഫലാ യുബ്സിറൂൻ, അവരിതൊന്നും കാണുന്നില്ലേ. ഇത് പുനർജന്മത്തിനെ പറ്റിയാണ് അള്ളാഹ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും മഴ വർഷിച്ച് അൻസല മിനസ്സമാഇ മാഅൻ ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മഴയെപ്പറ്റി അല്ലാഹു തആല ഒരു ഉപമ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വരണ്ട് ഉണങ്ങിക്കടിച്ച് കിടക്കുന്ന മരുഭൂമികൾ മഴ പെയ്താൽ തളിർത്ത് പൂത്ത് പുഷ്പിച്ച് വളരുന്നുണ്ടല്ലോ. എന്നോ ഉണങ്ങിപ്പോയി മണ്ണോട് ചേർന്ന ചെറിയ വിത്തുകൾ നമ്മളാരും കാണുന്നില്ല. മണ്ണിൻ്റെ അടിയിലാണ് വിത്തുകൾ. ആ വിത്തൊരു മഴ പെയ്യുമ്പോൾ അതിങ്ങനെ മുളച്ച് ഭൂമിയെ പിളർത്തി മുകളിലേക്ക് പൊങ്ങി വന്ന് നമ്മളെ നല്ല ചെടികളും പുഷ്പങ്ങളുമായി മാറുന്നു. അതുപോലെ നിങ്ങളൊക്കെ മരിച്ച് എല്ലുകളായി നുരുമ്പിപ്പോയി മണ്ണോട് ചേർന്നു. ഇനി നിങ്ങളുടെ ആ ശരീരങ്ങൾ തന്നെ അതിൽ നിന്ന് ഒരു മഴ പെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ പുനർജീവിച്ചു വരും. ഈ വിത്തുകൾ ജീവിച്ചു വരുന്നത് പോലെ, വിത്തുകൾ വളർന്നു വരുന്നത് പോലെ അതിലേക്കുള്ള ഒരു സൂചനയാണ്. ബഅസിനെ പറ്റിയാണ് ഈ ഉപമ പറയുന്നത്. അവലം യറൂ അന്നാ നസൂഖുൽ മാഅ, അവർ കാണുന്നില്ലേ നാമാണ്
അൽമാ ആ വെള്ളത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് ഈ മഴ കിട്ടുക എന്നുള്ളത്. ഇവിടെ മേഘം ഉണ്ടായാൽ ഇവിടെ പിടിച്ചു നിർത്തി നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ മേഘമുണ്ടെങ്കിൽ ആ മേഘം ഇവിടെ തന്നെ പെയ്തു കൊള്ളണമെന്നില്ല. മഴ വരുന്ന് പെയ്ത് തണുത്ത കാറ്റടിച്ച് അതങ്ങോട്ട് പോയി വേറെ ദൂര ദിക്കുകളിൽ പോവുമല്ലോ. അപ്പം നാം ആണ് തീർച്ചയായും നാം നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുർസ് ഉണങ്ങിക്കിടക്കുന്ന വരണ്ട ഭൂമിയിലേക്ക് വെള്ളത്തെ നാം തെളിച്ചു കൊണ്ടുപോകുന്നത് അവർ കാണുന്നില്ലേ. ഫനുഖ്രിജു ബിഹി സർഅൻ എന്നിട്ട് നാം ആണ് ആ വെള്ളം കൊണ്ട് സർഅൻ കൃഷികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. തേക്കുലു മിന്നു അന്നാമുഹും അവരുടെ ആടുമാടൊട്ടകങ്ങൾ അത് ആ കൃഷിയിൽ നിന്ന് തിന്നുന്നു. വഅൻഫുസുഹും അവർ തന്നെയും അതിൽ നിന്ന് തിന്നുന്നു. അഫലാ യുബ്സിറൂൻ ഇതൊന്നും അവർ കാണുന്നില്ലേ. വയഖൂലൂന അവർ ചോദിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ടും അവർ ചോദിക്കുകയാണ്, മതാ ഹാദൽ ഫത്ഹു എപ്പോഴാണ് ഈ ഒരു ഫത്ഹ്, ഈ ഒരു തുറവി. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്ന്. എപ്പോഴാണ് ഒരു തുറവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രവാചകന്മാർ ഇതൊക്കെ അള്ളാഹു നശിപ്പിച്ച് ഖിയാമത്ത് നാളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു തുറവി, അതായത് നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നാണ് നമുക്കൊരു പരലോകം അതൊക്കെ ഒന്ന് തുറന്ന് കിട്ടുക. അതാണ് ഫത്ഹ് കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്. ഫത്ഹു മക്ക എന്ന് പറഞ്ഞാൽ മക്കയുടെ തുറവി എന്ന് പറയുന്നത് വിജയമാണ്, മക്ക വിജയം. അതുപോലെ തന്നെ ബൈനന വബൈനക്കും ഫത്ഹു നിങ്ങൾക്കും നമുക്കും ഇടയിൽ തുറവിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ സത്യമായി പുറത്തേക്ക് വരുന്ന ഒരു സമയം. അപ്പം മതാഹാദൽ ഫത്ഹു ഈ പറഞ്ഞതെല്ലാം വെളിക്ക് വരുന്ന അല്ലദീ യഫ്തഹു ബൈനന വബൈനക്കും ബിതഅദീബിന അലാ സഅമിക്കും അതാണ് എൻ്റെ വ്യാഖ്യാനം. നമുക്കിടയിലും നമ്മുടെയും നിങ്ങൾക്കെയും ഇടയിൽ അല്ലാഹു തആല ഒരു തുറവി നൽകുകയും എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യുന്ന ആ ഒരു ദിവസം എപ്പോഴാണ് എന്ന് അവർ ചോദിക്കുന്നു. വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഈ ഒരു തുറവി എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നു. ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, പ്രവാചകന്മാരോടാണ് നിങ്ങൾ പറയേണ്ടത് സത്യമാണെങ്കിൽ എന്നാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. ഞങ്ങൾ മരിച്ച് ഞങ്ങൾക്ക് ശിക്ഷ, നിങ്ങൾക്ക് സ്വർഗം, അതൊക്കെ എന്നാണ് എന്നവർ ചോദിക്കുന്നു. പരിഹാസത്തിൻ്റെയും നിഷേധത്തിൻ്റെയും അർത്ഥത്തിലാണ് അവർ ചോദിക്കുന്നത്. എപ്പോഴാണ് എന്നാൽ ആ ശിക്ഷ കൊണ്ട് വരട്ടെ. പല അർത്ഥത്തിലും അത് ചോദിക്കാറുണ്ട്. നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു തആല ശിക്ഷ ഇറക്കിത്തരട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അതുതന്നെയാണ് എപ്പോഴാണ് ഈ തുറവി. ഖുൽ നബിയെ പറയുക, യൗമൽ ഫത്ഹി എപ്പോഴാ തുറവി എന്നുള്ള ചോദ്യത്തിൻ്റെ അല്ല ഉത്തരം, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. പക്ഷേ യൗമൽ ഫത്ഹി ആ തുറവിയുടെ ദിവസം ലാ യൻഫഉല്ലദീന കഫറു നിഷേധികൾക്ക് ഉപകാരം ചെയ്യുകയില്ല ഈമാനുഹും അവരുടെ വിശ്വാസം. അതായത് ഓരോരുത്തർക്കും ഒരു തുറവിണ്ടാവും. അവരുടെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ കാണുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവരുടെ മരണം, അല്ല ലോകത്തിനാണെങ്കിൽ ലോകത്തിൻ്റെ അവസാനം. ലോകം അവസാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. രണ്ട് നഫ്ഖത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നഫ്ഖത്തു സായിഖ് വൽ ഫസഅ. ഇസ്രാഫീൽ ഒരു വിളംബരം നടത്തും, ലോകം ഇതാ അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഫസഅ, ജനങ്ങളൊക്കെ ഭയപ്പെടും. വതറന്നാസ സുക്കാറ വമാഹും ബിസുക്കാറ, ജനങ്ങളെല്ലാം മത്ത് പിടിച്ചവരായി ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം. ലഹരി ബാധിച്ചവനെ പോലെ വെപ്രാളപ്പെട്ട് നടക്കുന്നത് കാണാം. ഉമാഹും ബിസുക്കാറ, അവർക്ക് ലഹരി ബാധിച്ചിട്ടില്ല. പിന്നെ പേടിച്ചിട്ടുള്ള ഒരു മഹാ അപകടമാണ് അവർക്ക് സംഭവിച്ചത്. അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്ന നഫ്ഖത്തുൽ ഫസഅ വസ്സായിഖ്, പേടിയുണ്ടാവുകയും ജനങ്ങളെല്ലാം മരിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു വിളംബരം, സൂറിൽ ഇസ്രാഫീലിൻ്റെ ഊത്ത്, അതാണ് ഒന്ന്. അതായത് ലോകം അവസാനിക്കുന്നതിൻ്റെ ആ മുമ്പുള്ള ഒരവസ്ഥ. ജനങ്ങൾ പേടിച്ച് വിറച്ച് ഈ ഭൂമിയും ആകാശങ്ങളും കൂട്ടി മുട്ടുന്ന ഭീകരമായ ഒരവസ്ഥ. അതോടുകൂടി എല്ലാവരും സായിഖ് മരിച്ചു പോകും. അതാണ് ഒരു നഫ്ഖത്ത്. രണ്ടാമത്തെ നഫ്ഖത്ത്
സൂറത്തു നംലിൻ്റെ അവസാനത്തിലാണ്. രണ്ടാമത്തെ നഫ്ഖത്ത് ഏതാണ്? ബാഴ്സ്, നഫ്ഖത്തുൽ ബാഴ്സ്. മറ്റൊരു വിളംബരം, സൂറിൽ കൂടിയുള്ള ഒരു വിളംബരം നടത്തുമ്പോൾ മനുഷ്യന്മാരെല്ലാം ഉയിർത്തെഴുന്നേൽക്കും. മരിച്ച് മണ്ണായിപ്പോയ മനുഷ്യന്മാർ അതുപോലെ എഴുന്നേൽക്കും. ഏതുപോലെ ചെടികളൊക്കെ ഉണങ്ങിക്കടിച്ച് അതിൻ്റെ വിത്തുകളൊക്കെ ഭൂമിയിൽ വീണ് അത് മണ്ണിൻ്റെ അടിയിൽപ്പെട്ട് ആരും കാണാതെയായിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ അത് മുളച്ചു പൊങ്ങുന്ന പോലെ നമ്മളൊക്കെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ വിളംബരം, സൂറിൽ കൂടിയുള്ള ഊതൽ കേൾക്കുമ്പോൾ വീണ്ടും ഉയിർത്തെഴുന്നേൽക്കും. അതാണ് നഫ്ഖത്തുൽ ബഅസ്. അപ്പോൾ ആ ബഅസിൻ്റെ ദിവസം, ഓരോരുത്തരും മരിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്ന ദിവസം, ഖുൽ പറയുക, യൗമൽ ഫത്ഹി, ഈ ഫത്ഹിൻ്റെ ദിവസം, തുറവിയുടെ ദിവസം, ലാ യൻഫഉല്ലദീന കഫറു ഈമാനുഹും, നിഷേധികൾക്ക് അവരുടെ ഈമാൻ ഉപകാരപ്പെടുകയില്ല, വലാഹും യുൻളറൂൻ, അവർക്ക് നീട്ടിക്കൊടുക്കപ്പെടുകയുമില്ല. സമയമായി കഴിയുമ്പോൾ നമ്മൾ മരിക്കും. മരണസമയത്ത് നമ്മൾ പാപ്പികളാണെങ്കിൽ മലക്കുകളുടെ അടുക്കൽ നിന്നുള്ള ആ ഭീകരമായ അവസ്ഥ നമ്മൾ കാണും. അപ്പം ഞാൻ ചെയ്തോളാം, അല്ലി അയ്മലു സാലിഹൻ, എന്നെ നീ പിന്നോട്ട് ഒന്നുകൂടി ആയുസ്സിലേക്ക് തിരിച്ചയക്കണമേ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള ആ ഒരു നീട്ടിക്കൊടുക്കൽ ഉണ്ടാവില്ല. അതുപോലെ ഖിയാമത്ത് നാൾ വന്ന് നഫ്ഖത്തുണ്ടായിക്കഴിഞ്ഞാൽ, വിളംബരം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലാഹും യുൻളറൂൻ, അവർ നീട്ടിക്കൊടുക്കപ്പെടുകയില്ല, അന്നത്തെ വിശ്വാസമൊട്ട് സ്വീകരിക്കുകയുമില്ല. ഫിറഔന് അള്ളാഹുവിൽ വിശ്വസിച്ചതായി പ്രഖ്യാപിച്ചതായിട്ട് ഖുർആനിലുണ്ട്. ഞാൻ മൂസയുടെയും ഹാറൂനിലെയും ബനു ഇസ്രായേൽക്കാരുടെയൊക്കെ ഇലാഹിലത വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാണ് എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട്. വായിൽ വെള്ളം നിറഞ്ഞ് മരിക്കാൻ നേരത്ത് മരണവെപ്രാളം, അദ്ദേഹത്തിൻ്റെ ഫത്ഹ് അതാണ്, മരണവെപ്രാളത്തിൻ്റെ സമയത്ത്. പക്ഷേ അള്ളാഹു തആല സ്വീകരിച്ചില്ല. അപ്പോൾ നമ്മൾ ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് വിശ്വാസികളായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണം. അവസാന നിമിഷത്തിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയില്ല. അതാണ് ലാ യൻഫഉല്ലദീന കഫറു ഈമാനുഹും വലാഹും യുൻളറൂൻ, അവർക്ക് നീട്ടിക്കൊടുക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് ഫഅരിദ് അൻഹും, നബിയെ താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അയറല്ല എന്ന് പറഞ്ഞാൽ അവഗണിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. നിന്നെ പരിഹസിക്കുന്നവരും എപ്പോഴാണ് ഈ ഫത്ഹ്, എപ്പോഴാണ് ഒരു തുറവി, ഞങ്ങൾക്ക് ശിക്ഷ വരുന്നതും നിങ്ങൾ സ്വർഗത്ത് കടക്കുന്നതുമൊക്കെയായ ഒരു തുറവി എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പരിഹസിക്കുകയാണെങ്കിൽ ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് താങ്കൾ പിന്തിരിഞ്ഞു കളയുക, അവഗണിച്ചു കളയുക. വൻതളിർ, താങ്കൾ കാത്തിരിക്കുക. ഇന്നഹും മുൻതളിറൂൻ, തീർച്ചയായും അവരും കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ന് പറയുന്ന പോലെ ഈ ശിക്ഷ പിന്നീടെങ്കിലും വരും. നബിക്കും അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്, വിശ്വസിക്കണില്ലല്ലോ, എന്താ ഇവർക്കൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ നബിയോട് പറയാം, അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഇസ്ലാമിനെ അപമാനിക്കുന്നു, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, അള്ളാഹു തആല എന്താ ഇതിനൊന്നൊരു തീർപ്പ് കൽപ്പിക്കാത്തത്, നമ്മളൊക്കെ സത്യത്തിൻ്റെ ആളുകളല്ലേ എന്നൊന്നും വിചാരിക്കണ്ട, അതൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അവഗണിക്കുക, അവരുടെ പരിഹാസങ്ങളും അക്രമങ്ങളൊക്കെ അവഗണിക്കുക, കാത്തിരിക്കുക. ഇന്നഹും മുൻതളിറൂൻ, തീർച്ചയായും അവരും കാത്തിരിക്കുന്നുണ്ട്. അതാണ് സൂറത്തു സജദ. വെള്ളിയാഴ്ച ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ സാധാരണയായി ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾ ഓതി കേൾക്കാറുണ്ടാകും. ആ സൂറത്ത് ഒന്നുകൂടി നമ്മളതിൻ്റെ പരിഭാഷയോടുകൂടി ഓതി കേട്ടാൽ വെള്ളിയാഴ്ചയുടെ ആ ഒരു ദിവസം ഇനി വീട്ടിൽ വെച്ച് നമ്മൾ കൂട്ടുകുടുംബത്തോടൊപ്പം നിസ്കരിക്കുകയാണെങ്കിലും ഈ സൂറത്ത് ഓതുമ്പോണ്ടാവുന്ന ഒരു കുറേ അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ. ജനങ്ങൾ അവിശ്വാസികൾ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്ന വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബന അബ്സർന വസമിഅന ഫർജിഅന നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇതൊക്കെ പാപ്പികൾക്ക് വരാനുള്ള ഒരു ദുരന്തമാണ്. എന്താണ്? വലൗ തറാ, നീ കാണുകയാണെങ്കിൽ, ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം, അക്രമികൾ തലതാഴ്ത്തി നിൽക്കുന്ന സമയം,
ഇന്ദ റബ്ബിഹിം, റബ്ബിൻ്റെ മുമ്പിൽ. അപ്പോൾ അവർ പറയും റബ്ബന അബ്സർന, പഠിച്ചവനെ ഞങ്ങളിപ്പോൾ നേരിൽ കണ്ടു, വസമീന ഞങ്ങളെല്ലാം കേട്ടു, ഫർജൈന ഞങ്ങളെ ഒന്ന് ദുന്യാവിലേക്ക് മടക്കിത്തരണം, നഅമൽ സാലിഹൻ ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാം, ഇന്നാ മൂഖിനൂൻ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് ഇതൊക്കെ ശരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന നേരം എന്നൊക്കെ അടങ്ങുന്ന ആയത്തുകളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ആ അർത്ഥത്തോടു കൂടി കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെള്ളിയാഴ്ച രാവിലെ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു മാറ്റം, അതിനൊക്കെ ഇത് നമ്മളതിൻ്റെ അർത്ഥത്തോടു കൂടി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത സൂറത്തിലേക്ക് കടക്കുകയാണ്. സൂറത്തു അഹ്സാബാണ്. സൂറത്തുൽ അഹ്സാബ്, ഹിസ്ബ് എന്നതിൽ നിന്നാണ് അഹ്സാബ് എന്ന് പറയുന്നത്. ഖുർആനിൻ്റെ വക്കത്ത്, മുസാഫിൻ്റെ വക്കത്ത് കാണാം ഹിസ്ബ്, ഒരു കൂട്ടം എന്ന്. അതെന്താ? ഒരു കൂട്ടം ആയത്ത്. അത് ഖുർആൻ മനഃപ്പാടമാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംഘം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആയത്ത്, ഏകദേശം ഒരേ സംഭവം വിവരിക്കുന്ന ഒരു കൂട്ടം ആയത്തുകൾ എന്ന അർത്ഥത്തിൽ പിൽക്കാലത്ത് ഖുർആൻ മനഃപ്പാടമാക്കുന്ന ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി പൂർവ്വകാല ഖുറാഉകൾ, ഖുർആൻ പാരായണ വിദഗ്ധരായ ആളുകൾ നിശ്ചയിച്ച ഒരു വിഭജനങ്ങളാണ് ഹിസ്ബ് എന്ന് പറയുന്നത്. അതിൻ്റെ വക്കത്ത് എഴുതി കാണാം, ഹിസ്ബ് എന്ന് മുസാഫിൻ്റെ മാർജിനിൽ എഴുതി കാണാം. ഇതിലുണ്ട് അല്ലേ? അതാണ് ഹിസ്ബ്. വേറൊരർത്ഥം ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷി, അതിനാണ് ഒരു കൂട്ടം. ഇനി നമ്മളുടെ കൂട്ടത്തിൽ ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി, ഒരു പാർട്ടി. ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്ക് ഹിസ്ബ് എന്നാ പറയാം, ഹിസ്ബ് എന്ന് പറയാം. അൽ ഹിസ്ബു സിയാസി, രാഷ്ട്രീയ കക്ഷികൾ. അൽ അഹ്സാബു സിയാസിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ എന്നാണ്. അൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ യഹൂദുകൾ, നസാറാക്കൾ, മുശ്രിക്കുകൾ, മുനാഫിക്കുകൾ എല്ലാവരും ഓരോരോ കക്ഷികളായി ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവത്തെപ്പറ്റി വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ അഹ്സാബുകൾ എന്ന് പറയുന്നത്. ആ സൂറത്തിൻ്റെ പേരതുകൊണ്ടാണ്. കുറേ മത നിയമങ്ങൾ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം കുറേ ചരിത്രങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. നബിയെ എതിർക്കുന്ന ആ കക്ഷികൾക്ക് അവർ വിചാരിക്കരുത് അവരെല്ലാവരും കൂടിയാൽ നബിയെ അങ്ങോട്ട് തകർത്തിക്കളയാം, അതൊന്നും വിചാരിക്കണ്ട. എല്ലാ കക്ഷികളും സയുഹുസമുൽ ജമ്മു വയുവല്ലൂന ദുബുർ, ആ കൂട്ടങ്ങളൊക്കെ ആട്ടിയോടിക്കപ്പെടും. ആ നബിക്കെതിരിലുള്ള കക്ഷികളൊക്കെ പിന്തിരിഞ്ഞോടും, ഇസ്ലാം ഇവിടെ വിജയിക്കും എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആ ജാതി കാര്യങ്ങളാണ് ഇതിലുള്ള പരാമർശം. സൂറത്തുൽ അഹ്സാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീൻ. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. യാ അയ്യുഹൻ നബിയ്യു, നബിയേ, ഇത്തഖില്ല, താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. മറ്റുള്ളവരൊക്കെ എങ്ങനെയൊക്കെ താങ്കളെ എതിർത്താലും എല്ലാവരും തെറ്റായ മാർഗത്തിൽ ജീവിച്ചാലും താങ്കൾ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബിക്കാണ്ട് അള്ളാഹു തആല ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളി. വലാ തുത്യ, നിങ്ങൾ ഒരിക്കലും അനുസരിക്കേണ്ടതില്ല അൽ കാഫിരീൻ, ആ ധിക്കാരികളെയും, വൽ മുനാഫിഖീൻ, ആ കപടവിശ്വാസികളെയും. രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, നബിയെ നിഷേധിച്ച് കളഞ്ഞ മുഹമ്മദ് പ്രവാചകനല്ല,
ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ല, മുഹമ്മദ് നബി പറയുന്ന ഈ ദീനീ നിയമങ്ങളൊന്നും നമുക്ക് അനുസരിക്കാനുള്ളതല്ല, അത് നല്ലതല്ല എന്ന് പറയുന്ന കാഫിറുകൾ. മറ്റൊന്ന്, മുഹമ്മദ് നബി തന്നെയാണ് ഖുർആൻ അള്ളാഹുവിൻ്റേതാണ് എന്ന് വായ കൊണ്ട് പറയുകയും എന്നാൽ രഹസ്യ ജീവിതത്തിൽ പ്രവാചകനോടും ഇസ്ലാമിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന രണ്ടാമത്തെ കക്ഷി അവരാണ് മുനാഫിക്കുകൾ. രണ്ട് കൂട്ടരെയും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നിങ്ങൾ സൂക്ഷ്മമായി ജീവിക്കുക, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകും. നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു കാന അലീമൻ ഹക്കീമ, അവനെല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്. ഹിക്മത്തുള്ളവനാണ്, സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹു തആല. അതുകൊണ്ട് അവരാരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ പറയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് പേടിച്ചോ താങ്കൾ അവരെ അനുസരിക്കേണ്ടതില്ല. ഇതാണ് അൽ ബറാ എന്ന് ഇസ്ലാമിക സാങ്കേതിക ശാസ്ത്രത്തിൽ പറയുന്നത്. അൽ ബറാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ തിന്മകളുമായും നമ്മൾ രാജിയാവും, ഒരിക്കലും അതുമായി നമ്മൾ ബന്ധപ്പെടാതിരിക്കുക. ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള ഒന്നിനെയും നമ്മൾ അനുസരിക്കാതിരിക്കുക. ലാ തുതഇൽ കാഫിരീൻ. എപ്പോഴും മനുഷ്യനുണ്ടാകുന്ന സമൂഹ ജീവിതത്തിൽ കൂട്ടുകാർ, കുടുംബക്കാർ, നാട്ടുകാർ, എല്ലാവരും ജനങ്ങളെല്ലാം ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുക എന്നതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. അതായത് ഒരുതരം അന്ധമായ അനുകരണം. ലാ തകുൻ അഹദുക്കും ഇമ്മഅത്തൻ, നിങ്ങൾ മാകളാവരുത്. മായ എന്ന് പറഞ്ഞാൽ കൂടെ, ആളുകളുടെ കൂടെ കൂടുന്ന ആളുകളാവരുത് ആരും തന്നെ. യഖൂലു ഇൻ അഹ്സനന്നാസു അഹ്സൻതു, ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും നന്മ ചെയ്യും. വ ഇൻ അസാഉ അസഅതു, ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും തെറ്റ് ചെയ്യും എന്ന് പറയുന്ന ജനങ്ങളോട് ഒപ്പം കൂടി ജീവിക്കുന്നവരാവരുത് നിങ്ങൾ. വലാകിൻ ഖൂലു, പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഇൻ അഹ്സനന്നാസു അഹ്സൻതു, ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും നന്മ ചെയ്യും, അപ്പോൾ ജനങ്ങളുടെ ഒപ്പം കൂടും നന്മയിൽ. വയിൻ അസാഉ, ജനങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അഹ്സൻതു, ഞാൻ നന്മയെ ചെയ്യൂ, ജനങ്ങളുടെ കൂടെ കൂടുകയില്ല. ഇതാണ് ബറാ. എല്ലാ നന്മയിലും എല്ലാവരുമായും സഹകരിക്കുകയും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക. തിന്മയിൽ അവരാരായിരുന്നാലും അവരുമായി ഒരിക്കലും ബന്ധപ്പെടാതിരിക്കുക. അത് ബാപ്പയാവട്ടെ, അല്ലെങ്കിൽ കുടുംബങ്ങളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവാവട്ടെ, തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഞാനില്ല എന്ന് കൂട്ടുകാരോടും കുടുംബങ്ങളോടും സമൂഹത്തോടും പറയാൻ നമുക്ക് കഴിയണം. അതാണ് യാ അയ്യുഹൻ നബിയുത്തഖില്ലാ, നബിയെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വലാ തുതഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, നിഷേധികളെയും കപടവിശ്വാസികളെയും താങ്കൾ അനുസരിക്കരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും ജ്ഞാനിയുമാണ്, സൂക്ഷ്മജ്ഞാനിയുമാണ്. വത്തബി, താങ്കൾ പിൻപറ്റുക, മാ യൂഹാ ഇലൈക, താങ്കൾക്ക് വഹിയായിട്ട് ബോധനമായി നൽകപ്പെടുന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് ബോധനമായി വഹി നൽകപ്പെടുന്ന കാര്യത്തെ അത് നിങ്ങൾ പിൻപറ്റുക. വലാ ഇന്നല്ലാ മാ യൂഹാ ഇലൈക മിർ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വഹി നൽകപ്പെടുന്നതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും അള്ളാഹു ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വ തവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പലപ്പോഴും ജനങ്ങൾക്കെതിരിൽ തിന്മ ചെയ്യുന്ന ജനങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ സത്യത്തിന് വേണ്ടി വേറിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സങ്കീർണതകളും ഉണ്ടാവാം. അതിലൊക്കെ വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, അള്ളാഹു മതി ഭരമേൽപ്പിക്കാൻ. കഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു മതി കണക്ക് കൂട്ടാൻ എന്നൊക്കെ പലയിടത്തും കഫാ ബില്ലാഹി ഉണ്ട്. അത് പടച്ചോൻ മതി ഭരമേൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിലാണ്ട് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. മാ ജഅലല്ലാഹു, അള്ളാഹു തആല ഉണ്ടാക്കിയിട്ടില്ല, ലി റജുലിൻ, ഒരാൾക്ക്, മിൻ ഖൽബൈൻ, രണ്ട് കൽബ്, ഫീ ജൗഫിഹി, അവൻ്റെ ഉള്ളിൽ. ഒരു കൽബേ നമുക്കുണ്ടാകാൻ പാടില്ല, രണ്ട് കൽബുണ്ടാകാൻ പാടില്ല. രണ്ട് ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് കളവും പറയാം, ശരിയെന്ന് പറയാം, അതിൻ്റെയും കൂടെ ഇതിൻ്റെയും കൂടെ ഇങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ഒരൊറ്റ കൽബ്, അത് സത്യത്തിൻ്റെ കൽബ്. ഒരാൾക്ക് അല്ലാഹു തആല രണ്ട് കൽബ് കൊടുത്തിട്ടില്ല. അവൻ്റെ ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ളകങ്ങളിൽ ഒരു കൽബേ ഉള്ളൂ. ആ കൽബ് സത്യത്തിൻ്റെ കൽബായിരിക്കണം. വമാ ജഅല അസ്വാജക്കും അല്ലത്തി തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും. ഇത് അറബി ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു അനാചാരത്തെയാണ് ഇവിടെ ഈ ആയത്തിൽ കൂടി അള്ളാഹ് പറയുന്നത്. അതായത് അവർ ഭാര്യയുമായി തർക്കിക്കും, എന്നിട്ട് കലഹിച്ചു കഴിഞ്ഞാൽ അൻതി ഹറാമുൻ അലയ്യ ക ഉമ്മി എന്നൊക്കെ പറയും. അത് അവരുടെ ഒരു ശൈലിയായിരുന്നു. ജിൻ്റെ ഉമ്മാനെ പോലെയാണ്, എനിക്ക് ഹറാമാണ്, ഭാര്യനോടാൻ പറയും. അത് അന്നെ ഞാൻ തൊടൂല, ജിൻ്റെ ഉമ്മാൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞാൽ അൻതി ക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മൻ്റെ മുതുക് പോലെയാണ്. ഉമ്മൻ്റെ മുതുക് എന്ന് പറഞ്ഞാൽ ഉമ്മ പോലെയാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവരുടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പെണ്ണുമായി തലാഖ് ചൊല്ലി വേർപിരിച്ച് അവളെ മറ്റൊരു വിവാഹം ചെയ്യാനും മറ്റൊക്കെ അയക്കൂല്ല. എന്നാൽ ഇവൻ ഉമ്മവൻ്റെ മാതിരിയാണ്, എനിക്ക് ഹറാമാന്നും പറഞ്ഞ് അവൾക്ക് കൊടുക്കേണ്ട മറ്റു കാര്യങ്ങൾ കൊടുക്കുകയുമില്ല. അവൾക്ക് ശാരീരികമായും മാനസികമായും ഭൗതിക ജീവിതത്തിലും കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭാര്യയോട് നിർവഹിക്കൂല. എന്നാൽ ഓളിട്ട് പിരിച്ചയക്കൂല. അങ്ങനെ ഒരുപാട് കുടുംബജീവിതം നരകിച്ച് ജീവിക്കുന്നത് സമൂഹത്തിൽ എന്നുമുണ്ട്. ഭാര്യയോടൊരു ബന്ധമില്ല, ഒരു സ്നേഹമില്ല, ആരോടൊക്കെ എന്തെങ്കിലുമൊക്കെ. അവളിങ്ങനെ ഭാര്യ ഒരു പെണ്ണായി വീട്ടിലിങ്ങനെ ജീവിക്കുന്നു, ഒരു ഒറ്റപ്പെട്ട്, എന്നാൽ അവരോട് പിരിച്ചയക്കൂല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ. അതിന് ജാഹിലിയത്ത് ഉപയോഗിച്ചിരുന്നൊരു വാക്ക് അൻതി ക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ ലഹറ് പോലെയാണ്, മുതുക് പോലെയാണ് എന്ന് പറഞ്ഞ് ഭാര്യയെ മാറ്റി നിർത്തുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ടായിരുന്നു. ലിഹാർ എന്നാണ് അതിന് പറയാം. ലിഹാർ മുജാദലയിൽ, സൂറത്ത് മുജാദലയിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ലിഹാർ ഒരു അനാചാരമായിരുന്നു. രണ്ട് തരം അനാചാരം അവർക്ക് നിലനിന്നത് ഈ സൂറത്തിൽ കൂടി അല്ലാഹു തആല അതിനെ ഇല്ലാതെയാക്കുന്നുണ്ട്. ഒന്ന്, ദത്തെടുക്കാറുണ്ടായിരുന്നു. അതായത് മക്കളൊക്കെ അനാഥകളായി വരുന്ന ഇത് വാപ്പയൊക്കെ യുദ്ധത്തിലൊക്കെ മരിച്ച്, അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിരമാണ്. ഇസ്ലാമും കുഫറും അല്ല യുദ്ധം, അതങ്ങനെ വലിയ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്ലാമും കഫാറുകളുമായി മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തിട്ട് ആകെ 1000 ചില്ലാനം ആളുകൾ മരിക്കേണ്ടി വന്നിട്ടുള്ളൂ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവരുടെ ഗോത്ര യുദ്ധങ്ങൾ നിരന്തരമായി നടന്ന് ഒരുപാട് ആളുകൾ മരിക്കാറുണ്ട്. അപ്പോൾ ഈ മക്കളെയൊക്കെ ഓരോരുത്തരും ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് സ്വന്തം മകൻ്റെ ആ ഒരു സ്ഥാനം നൽകിയിരുന്നു പലരും. അപ്പോൾ സ്വന്തം മകൻ്റെ പോലെ തന്നെ ആ കുട്ടിയെയും കരുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഇസ്ലാം ഇല്ലാതാക്കി. അത് പറ്റില്ല. അത് സ്വന്തം മകനല്ലാതെ ആരാൻ്റെ മക്കളാണ്. അതുകൊണ്ട് സ്വന്തം മകനിൽ കൂടിയാണ് തൻ്റെ പരമ്പര നിലനിൽക്കുക, മറ്റുള്ളവരുടെ മക്കളിൽ കൂടി പരമ്പര നിൽക്കില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി പരമ്പര നിലനിൽക്കണം സത്യസന്ധമായി എന്നത് നിർബന്ധമാണ് മുസ്ലിങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ പരമ്പര നിലനിൽക്കാൻ ശരിയായ നിലക്ക് വിവാഹം ചെയ്യണം, ശരിയായ നിലക്ക് സന്തതികൾ ഉണ്ടാവണം. അതൊക്കെ ഇസ്ലാം അടിസ്ഥാനപരമായി മഖാസിദു ശരീഅത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുത്താൽ എൻ്റെ കുട്ടിയും ഈ ദത്തെടുത്ത കുട്ടിയൊക്കെ നമ്മളെ മക്കളായിട്ട് ഗണിക്കപ്പെടുകയില്ല. അത് ജാഹിലിയ കാലത്ത് അങ്ങനെ ഗണിക്കപ്പെട്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകനുണ്ടായിരുന്നു, സെയ്ദ് എന്ന പേരിൽ. സെയ്ദ് എന്ന് പറഞ്ഞാൽ ജാഹിലിയ ഗോത്രത്തിലുണ്ടായ ഒരു യുദ്ധത്തിൽ, അതാണ് വമാ ജഅല അസ്വാജക്കും അല്ലാഇ തുളാഹിറൂന, നിങ്ങൾ ലിഹാർ നടത്തുക എന്നുള്ളതൊരു സാങ്കേതിക പ്രയോഗമാണ്.
അൻതിക ലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മൻ്റെ മുതുക് പോലെയാണ്, അല്ലെങ്കിൽ അൻതിക ഉമ്മി, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്നുള്ള പദപ്രയോഗം അവർ സാധാരണ വ്യാപകമായി ഉപയോഗിച്ചത് കൊണ്ടാണ് ആ ലിഹാറ് എന്ന ഒരു സാങ്കേതിക രീതി, ഒരു പ്രയോഗം ഖുർആനിൽ തന്നെ ഉണ്ടായത്. അല്ലദീ തുലാഹിറൂന മിൻഹുന്ന, ആ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ലിഹാറ് നടത്തുന്ന നിങ്ങളുടെ അസ്വാജ് ഇണകളെ അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളാക്കി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ ലിഹാറ് നടത്തിയാൽ ആ പെണ്ണ് പിന്നെ നിങ്ങളെ ഉമ്മയാണ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഭാര്യയാണ്. ഉമ്മ ഹറാമാണല്ലോ. ഒരാൾക്ക് തൻ്റെ ഉമ്മയെ മാതൃത്വമല്ലാതെ ശാരീരികമായി ഭാര്യയെപ്പോലെ ഉപയോഗിക്കൽ ഹറാമാണ്, വലിയ തെറ്റാണ്. എന്നാലോ ഉമ്മയാണ് നീ എന്ന് പറഞ്ഞ ആ പെണ്ണ്, ഉമ്മയെപ്പോലെയാണെന്ന് പറഞ്ഞ ഭാര്യമാരെ ഹറാമായി അവളെ തൊട്ടുകൂടാത്ത, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഇരിക്കുന്ന ആ ഒരവസ്ഥ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. ഉമ്മ ഉമ്മയും ഭാര്യ ഭാര്യയും തന്നെയാണ്. അങ്ങനെ ഭാര്യമാരെ പറ്റി ഉമ്മയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ ശപഥം ചെയ്ത് ആ സ്ഥാനം നൽകരുത്. അത് ഭാര്യമാർക്ക് ഉപദ്രവമാണ്. ആ ആചാരം നിങ്ങൾ ഒഴിവാക്കണം. അതാണ് അതിൻ്റെ കൂടെ ഒമാ ജഅല അദ്ഇയാഅക്കും, നിങ്ങളുടെ ദഅയ്യുകളെ, ദഅയ്യ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കളെന്ന് വിളിക്കുന്ന ദത്തുപുത്രന്മാരെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അബ്നാഅക്കും, നിങ്ങളുടെ മക്കളായിട്ട്. ദത്തുപുത്രന്മാർ മക്കളല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞല്ലോ, സെയ്ദ് എന്ന് പറയുന്ന സെയ്ദ് ബിൻ ഹാരിസത്താണ്, ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് നബിക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തതാണ്. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ആൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി വില കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം വിശ്വസിച്ചു. ഖുർആനിലെ ആകെ പേര് പറഞ്ഞ ഒരാളാണ് സെയ്ദ്. ഫലമാ ഖളാ സെയ്ദും മിൻഹാ വത്രൻ സവ്വജ്നാക എന്നതിലുണ്ട് സെയ്ദ്. ആ സെയ്ദിനെ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ നബി വിവാഹം ചെയ്തപ്പോൾ നബിക്ക് ഒരു വേലക്കാരനായിട്ട് സെയ്ദിനെ കൊടുത്തു. അങ്ങനെ ആ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയിൽ വിശ്വസിച്ചു. നബിയുടെ കൂടെ എപ്പോഴും നബിയുടെ പരിചരണത്തിന് വേണ്ടി ഇങ്ങനെ ജീവിച്ചിരുന്നു. ആ സെയ്ദിനെ പിന്നീട് ജനങ്ങൾ പറഞ്ഞത് സെയ്ദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നാണ്. ഒരിക്കലും സെയ്ദ് മുഹമ്മദ് നബിയുടെ മകനല്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല അങ്ങനെ പലരും സ്വന്തം മക്കളല്ലാത്തവരെ വേറൊരു പിതാവിലേക്ക്, യജമാനന്മാരിലേക്ക് ചേർത്ത് മക്കൾ എന്ന് വിളിച്ചിരുന്നു. അത് അല്ലാഹു തആല ആ സമ്പ്രദായത്തെ കണ്ട് ഇല്ലാതെയാക്കി. അതിന് അള്ളാഹു ചെയ്തത് എന്താണ്? സെയ്ദിനെ അല്ലാഹു തആല ഖുറൈശികളിൽപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹയെ കൊണ്ട് വിവാഹം ചെയ്ത് കൊടുപ്പിച്ചു. അത് നബി തന്നെയാണ്. സെയ്ദിനൊരു വിവാഹം വേണമെന്ന് പറഞ്ഞപ്പോൾ സൈനബനെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. സൈനബയും സെയ്ദും വിവാഹിതരായി ജീവിച്ചെങ്കിലും ആ ജീവിതം, ആ വിവാഹം പരാജയപ്പെട്ടു. കാരണം സെയ്ദ് ഒരു അടിമക്കുട്ടിയാണ്. മുഹമ്മദിൻ്റെ മകൻ എന്ന സ്ഥാനമുണ്ടെങ്കിലും, ഒരു ഖുറൈശികളുടെ സ്ഥാനം അദ്ദേഹത്തിനുണ്ടെങ്കിലും, അടിസ്ഥാനപരമായി സെയ്ദ് ഒരു അടിമക്കുട്ടിയാണ്. സൈനബ അടിസ്ഥാനപരമായി ഖുറൈശിയത്തായ തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ രണ്ടാളും തമ്മിലുള്ള പൊരുത്തം ഉണ്ടായില്ല. ആ പൊരുത്തമില്ലാതായപ്പോൾ സൈനബ റളിയല്ലാഹു അൻഹയെ സെയ്ദ് മോചിപ്പിക്കേണ്ടി വന്നു. ആ സൈനബ റളിയല്ലാഹു അൻഹയെ പിന്നെ വിവാഹം ചെയ്തത് നബിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, സ്വന്തം മകൻ്റെ ഭാര്യയെ യജമാനൻ വിവാഹം ചെയ്തു. അപ്പോൾ ഖുർആൻ ആയത്ത് ഇറങ്ങി, മകൻ്റെ ഭാര്യയല്ല, അങ്ങനെ ഒരു ദത്തുപുത്രനില്ല, അത് മകനല്ല, അത് മുഹമ്മദ് നബിയുടെ കൂടെ വന്ന ഒരടിമയാണ്, മകന് എന്ന് വിളിക്കരുത്, അതുകൊണ്ട് അത് തെറ്റില്ല എന്നും പറഞ്ഞിട്ട് ആ ആചാരത്തെ ഒരു വിവാഹം, ആ വിവാഹം തന്നെ അല്ലാഹു തആല ചെയ്യിപ്പിച്ച വിവാഹമാണ്. ഫലമാ ഖളാ സെയ്ദും മിൻഹാ വത്രൻ സവ്വജ്നാകഹ, ഞാനാണ് നിനക്ക് ആ പെണ്ണിനെ വിവാഹം ചെയ്തു തന്നതെന്ന് പറഞ്ഞ് അള്ളാഹ് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അത് നബിയുടെ പേരിലുണ്ടായ
വലിയൊരു ആരോപണത്തിൻ്റെ കാരണം അതായിരുന്നു. നബിക്ക് സെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്ത സൈനബയെ നബി ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് തൽക്കാലം സെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്തെങ്കിലും പിന്നീട് സൈനബയെ മുഹമ്മദ് നബി സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞ് നബിയുടെ പേരിൽ ദുരാരോപണങ്ങൾ ഇന്നും ആരോപിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിൽ രൂഢമൂലമായ ഒരു ആചാരത്തെ മുളയിൽ നുള്ളിക്കളയാൻ വേണ്ടി നബിയിൽ കൂടി തന്നെ ഈ ദത്തുപുത്രന്മാരല്ല, ദത്തുപുത്രന്മാർ മക്കളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ഒരു തീരുമാനമായിരുന്നു എന്നാണ്. അത് ആ സ്ഥാനത്തെത്തുമ്പോൾ നമുക്കിതിലുണ്ട് പറയാം. ഒമാ ജഅല അദ്ഇയാക്കും, ദഅയ്യ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിളിച്ചു, ദഅയ്യ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആൾ, മകൻ എന്ന് വിളിക്കുന്ന ആളുകൾ, മകൻ എന്ന് വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ മകനല്ല, നിങ്ങളുടെ ദഅയ്യികൾ, മകൻ എന്ന് വിളിക്കുന്നവർ അബ്നാഅക്കും നിങ്ങളുടെ മക്കളല്ല. ദാലിക്കും ഖൗലുക്കും, അത് നിങ്ങളുടെ ഒരു വാക്ക് മാത്രമാണ്, ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായ കൊണ്ട്, അഫ്വാഹ് എന്ന് പറഞ്ഞാൽ വായകൾ കൊണ്ട്, നിങ്ങൾ തൊള്ളോണ്ട് പറയുന്ന ഒരു വാക്ക് മാത്രമാണ്, അത് ശരിയല്ല, നിങ്ങളുടെ മക്കളല്ല. പിന്നെ വല്ലാഹു യഖൂലുൽ ഹഖ, അല്ലാഹു തആല സത്യം പറയുന്നു, വഹുവ യഹ്ദി സബീൽ, അവൻ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു. അത് വെറും പറയുന്ന വാക്കാണ്, ദഅയ്യുകൾ മക്കളല്ല എന്ന് ഇതിൽ കൂടി അള്ളാഹു നബിയെ അറിയിക്കുന്നു. ഇത് മുസ്ലിങ്ങളെയും അറിയിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആചാരം ഇല്ല, ദത്തുപുത്രന്മാരെന്നുള്ളത് ആചാരമില്ല. ദത്തെടുക്കാം, നമുക്ക് ദത്തെടുത്ത് വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടി അനാഥയാണെങ്കിൽ നമുക്ക് ദത്തെടുത്ത് വളർത്താം. പക്ഷേ ആ കുട്ടി വലുതാകുമ്പോൾ നമ്മളെ മക്കൾക്ക് ആ ദത്തെടുത്ത കുട്ടി അന്യയാണ്. പലരും അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പം ഉണ്ടാവാറുണ്ട്. അതായത് മുല ഒടിക്കുന്ന കാലത്ത് തന്നെ ഏതെങ്കിലും കുട്ടീനെ ദത്തെടുക്കും. ഈ കുട്ടി വലുതാകുമ്പോൾ അന്യയാണ്. നമ്മളെ പെൺകുട്ടിയും ആ പെൺകുട്ടിയും രണ്ടും അന്യന്മാരാണ്. പക്ഷേ അവൻ ഈ വീട്ടിൽ പെങ്ങളെപ്പോലെ വളർന്ന് വലുതാകുന്ന അവസ്ഥ ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കണം. ദത്തെടുക്കുന്ന ആളുകൾ കുട്ടികളില്ലാത്തത് കൊണ്ട് ദത്തെടുത്തു, ആ കുട്ടി ഇങ്ങനെ ആൺകുട്ടിയാണ് അങ്ങനെ, അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, ഒരു വളർന്ന് പ്രായപൂർത്തിയായി, ഇവന് വേറൊരു മക്കളുണ്ടായി, ആ മക്കൾ ഇവൻ്റെ പിന്നെ ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ അജ്നബി, അന്യ സ്ത്രീ പുരുഷന്മാരാണ്. പക്ഷേ ഒരു വീട്ടിൽ മുലകുടി പ്രായം മുതൽ തന്നെ വളർന്നത് കൊണ്ട് ഒരേമാതിരി നടക്കുക എന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. മുലകുടി ബന്ധമുണ്ടെങ്കിൽ കുഴപ്പമില്ല, മുലകുടി ബന്ധമുണ്ടായാൽ പ്രശ്നമില്ലല്ലോ. സ്വത്തവകാശം ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ദത്തെടുക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കണം. നമ്മുടെ നാട്ടിൽ ദത്തെടുക്കുന്നതിന് ചില കോടതി നിയമങ്ങളുണ്ട്. ആ കോടതി നിയമങ്ങൾ മുസ്ലിങ്ങൾക്കാണെങ്കിൽ അത് കോടതി നമ്മുടെ ശരീഅത്ത് ആക്ട് അനുസരിച്ച് അത് ചെയ്തു തരുകയും ചെയ്യും. ആവട്ടെ, അതിന് ബാക്കി നമുക്ക് പിന്നീട് ഓതാം. ഇന്നിപ്പോൾ പൂർത്തിയാവില്ല ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.